exercise question number 1, page number 230. പാരലോഗ്രത്തിന്റെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. പേജ് നമ്പർ 230 213 പേജിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാരലോഗ്രം തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 3 വേർട്ടീസസും തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോർത്ത് വേർട്ടെക്സ് ഓഫ് ദ പാരലോഗ്രം ഇൻ ദ ഫിഗർ? ഈ പാരലോഗ്രത്തിന്റെ 4ാമത്തെ വേർട്ടെക്സിലെ കോർഡിനേറ്റ്സ് എന്താണെന്ന് എഴുതണം. ചിത്രത്തിലെ സാമാന്തരികത്തിന്റെ 4ാം മൂലയുടെ സൂചക സംഖ്യകൾ എന്താണ്? സോ അതിനു വേണ്ടിയിട്ട് നേരത്തെ വരച്ച പോലെ ട്രയാങ്കിൾ ഒന്നും വരച്ച് മെനക്കെടണ്ട. നമുക്കറിയാം, ഇൻ എ പാരലോഗ്രാം ദ സം ഓഫ് എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ഓപ്പോസിറ്റ് വേർട്ടീസസ് ആർ ഈക്വൽ ആൻഡ് ദ സം ഓഫ് വൈ കോർഡിനേറ്റ്സ് ഓഫ് ഓപ്പോസിറ്റ് വേർട്ടീസസ് ആർ ഈക്വൽ. സോ നമുക്ക് അറിയാവുന്ന ഓപ്പോസിറ്റ് വേർട്ടീസസ് ഇത് രണ്ടുമാണ്. ഓക്കെ, സോ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്സിന്റെ സമ്മ് നോക്കാം. ഇവിടെ 5, ഇവിടെ 2. 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര വരണം? 7 വരണം. ഓക്കെ, ഈ രണ്ട് വേർട്ടീസസിന്റെയും, ബിക്കോസ് ദേ ആർ ഓപ്പോസിറ്റ് വേർട്ടീസസ് ആണ്, ഈ രണ്ട് ഓപ്പോസിറ്റ് വേർട്ടീസസിന്റെയും എക്സ് കോർഡിനേറ്റ്സിന്റെ സമ്മ് എത്ര തന്നെ ആയിരിക്കണം? 7 തന്നെ ആയിരിക്കണം. സോ ഇവിടെ 1 ആണ് തന്നത്. അപ്പൊ 7 സമ്മ് കിട്ടണമെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കണം? 6 ആയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇനി വൈ കോർഡിനേറ്റ്സ് നോക്കുക. ഇവിടെ 4, 5, അതിന്റെ സമ്മ് എത്രയാണ്? 9 ആണ്. സോ ഇതിന്റെ ഈ രണ്ട് വേർട്ടീസസിന്റെ വൈ കോർഡിനേറ്റ്സ് കൂട്ടിയാലും 9 കിട്ടണം. സോ ഇവിടെ 3 ആണ്. അപ്പൊ 9 കിട്ടണമെങ്കിൽ ഇവിടെ വൈ കോർഡിനേറ്റ് എത്രയായിരിക്കണം? 6 ആയിരിക്കണം. സോ നമുക്ക് ആൻസർ കിട്ടി. കോർഡിനേറ്റ്സ് ഓഫ് ഫോർത്ത് വേർട്ടെക്സ് കിട്ടി. കോർഡിനേറ്റ്സ് ഓഫ് ഫോർത്ത് വേർട്ടെക്സ് ആർ 6, 6 എന്നുള്ളതാണ് ആൻസർ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് സാധാരണ SSLCക്ക് ചോദിക്കാറുള്ളതാണ്. സെക്കൻഡ് ടേം 2016 ചോദിച്ച 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണിത്. A12, B64 and C89 are the vertices of the parallelogram ABCD. Find the coordinates of D. A12, B64, C89 എന്നിവ സാമാന്തരികം ABCയുടെ മൂലകളാണ്. ഡിയുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. സാധാരണ ഫിഗർ തരാണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ തന്ന അതേ ഓർഡറിൽ ഒരു പാരലോഗ്രാം റഫ് ഫിഗർ വരയ്ക്കുക. എ ഇവിടെ കൊടുക്കുക, ബി ഇവിടെ കൊടുക്കുക, സി ഇവിടെ കൊടുക്കുക, ഡി ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ തന്നെ കൊടുക്കുക. ഈ ഓർഡറിൽ തന്നെ കൊടുക്കണം. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ എയും ബിയും കൊടുത്താൽ ഇത് സി ആയിരിക്കണം, ഇത് ഡി ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തന്ന കോർഡിനേറ്റ്സും കൂടെ എഴുതി വെക്കാം. 1, 2, 6, 4, ഇത് 8, 9. നമുക്ക് കാണേണ്ടത് ഡിയുടെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവരുത്. നമുക്ക് സാധാരണ റെക്റ്റാങ്കിൾ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ബോട്ടം റൈറ്റ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമായിരുന്നു. സോ പാരലോഗ്രത്തിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ABCD എന്ന് പാരലോഗ്രത്തിന്റെ പേര് തരും, ആ ഓർഡറിൽ തന്നെ എടുത്തോളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വോട്ട് പുട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി. ഇനി നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാൻ. നമുക്ക് അറിയാവുന്നത് എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് ആണ്, ഓപ്പോസിറ്റ് വേർട്ടീസസ് ആണ് നോക്കേണ്ടത്. സോ അതിന്റെ എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 1 + 8, 9 കിട്ടും. അപ്പോൾ ബിന്റെയും ഡിന്റെയും എക്സ് കോർഡിനേറ്റ്സ് കൂട്ടിയാൽ എത്ര കിട്ടണം? 9 കിട്ടണം. ഇവിടെ 6 ആണ്. 9 കിട്ടണമെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കണം? 3 ആയിരിക്കണം. ഓക്കെ, ഇനി വൈ കോർഡിനേറ്റ്സ് നോക്കാം. 2ഉം 9ഉം ആണ് ഓപ്പോസിറ്റ് വേർട്ടീസസിലുള്ളത്. 2ഉം 9ഉം കൂട്ടിയാൽ 11 ആണ്. സോ ഈ ബിയിലെയും ഡിയിലെയും വൈ കോർഡിനേറ്റ്സുകൾ തമ്മിൽ കൂട്ടിയാലും 11 തന്നെ കിട്ടണം. സോ ഇവിടെ 4 ആണ്. 11 കിട്ടണമെങ്കിൽ ഈ നമ്പർ എത്രയായിരിക്കണം? 7 ആയിരിക്കണം. Therefore നമുക്ക് ആൻസർ കിട്ടി. കോർഡിനേറ്റ്സ് ഓഫ് ഡി ഈസ് 3, 7. ഇനി ഇതൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കറക്റ്റ് എഴുതിയാൽ മാർക്ക് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് എന്താ പറയുക, ആ ഒരു റിസൾട്ടും കൂടെ എഴുതുന്നത് നല്ലതാണ്. ഇൻ എ പാരലോഗ്രാം ദ സം ഓഫ് എക്സ് കോർഡിനേറ്റ് ഓഫ്, അല്ലെങ്കിൽ ഇൻ എ പാരലോഗ്രാം വിത്ത് വേർട്ടീസസ് x1, y1, x2, y2, x3, y3, x4, y4, x1 + x3 = x2 + x4 എന്ന് പറഞ്ഞ റിസൾട്ടും കൂടെ എഴുതിയിട്ട് ആൻസർ എഴുതാം. Textbook exercise question number 3, page number 230. A parallelogram is drawn with the lines joining x1, y1 and x2, y2 to the origin as adjacent sides. What are the coordinates of the fourth vertex? x1, y1, x2, y2 എന്നീ ബിന്ദുക്കൾ ആധാര ബിന്ദുവുമായി യോജിപ്പിക്കുന്ന വരകൾ സമീപവശങ്ങളായ സാമാന്തരികത്തിന്റെ 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എന്താണ്?
ക്വസ്റ്റിനകത്ത് ചിത്രം കൂടെ തന്നിട്ടുണ്ട്. ഒരു പാരലോഗ്രാം, ഒരു സാമാന്തരികമുണ്ട്. അതിൻ്റെ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത് ഒറിജിനാണ്. നമുക്കറിയാം ഒറിജിനെ പറയുള്ളൂ, അതിൻ്റെ കോർഡിനേറ്റ്സ് തരില്ല. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0 0 ആണ്. അപ്പം അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? x1 y1ഉം x2 y2ഉം ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പാരലോഗ്രത്തിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് കിട്ടുന്നു, സമീപ വശങ്ങൾ കിട്ടുന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു പാരലോഗ്രത്തിന്റെ 3 വേർട്ടീസസ് അറിയാൻ കഴിഞ്ഞു. ഒന്ന് ഒറിജിനാണ്, മറ്റൊരു പോയിന്റ് x1 y1 ആണ്, മൂന്നാമത്തെ പോയിന്റ് x2 y2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ നാലാമത്തതിന്റെ വേർട്ടെക്സ് കോർഡിനേറ്റ്സ് ആണ്. ഈ നാലാമത്തെ വേർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഈസിയാണ് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം ഓപ്പോസിറ്റ് വേർട്ടീസസ് ഏതാ ഉള്ളതെന്ന് നോക്കാം. x1 y1ഉം x2 y2. ഓക്കെ, സോ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സിന്റെ സം എന്താണ്? x1 പ്ലസ് x2 ആണ്. ഓക്കെ, ഇത് ഒറിജിൻ ആണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്സ് അപ്പോൾ എന്തായിരിക്കണം? ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? x1 പ്ലസ് x2 കിട്ടണം ആണല്ലോ. സോ 0ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് x1 പ്ലസ് x2 കിട്ടുക? x1 പ്ലസ് x2 കൂട്ടിയാലാണ് നമുക്ക് x1 പ്ലസ് x2 സമ്മ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കാം. x1 പ്ലസ് x2 ആണ് ഇവിടുത്തെ സമ്മ്. ഇവിടുത്തെ സമ്മ് എന്തോരും? 0 പ്ലസ് x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ എന്താ? x1 പ്ലസ് x2 തന്നെയാണ്. ഓക്കെ, ഇനി y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് വേർട്ടീസസിലെ y കോർഡിനേറ്റ്സ് ഇവിടെ y1ഉം y2 ആണ്. സോ അതിന്റെ സമ്മ് എന്താണ്? y1 പ്ലസ് y2. അത് തന്നെയായിരിക്കണം ഈ ഓപ്പോസിറ്റ് വേർട്ടീസസിലെ y കോർഡിനേറ്റ്സിന്റെ സമ്മ്. സോ ഇവിടെ 0 ആണ്. സോ y1 പ്ലസ് y2 സമ്മ് കിട്ടണം. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? y1 പ്ലസ് y2. സോ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഫോർത്ത് വേർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 y1 പ്ലസ് y2 ആണ്. Textbook exercise question number 4, page number 214. Prove that in any parallelogram, the sum of the squares of all sides is equal to the sum of the squares of the diagonals. ഏത് സാമാന്തരികത്തിന്റെയും വശങ്ങളുടെ എല്ലാം വർഗങ്ങളുടെ തുക വികർണങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പം നമുക്ക് ഒരു റഫ് ഫിഗർ അങ്ങ് പാരലോഗ്രത്തിന്റെ വരയ്ക്കാം. ഓക്കെ, 4 വേർട്ടീസസ്. ഓക്കെ, നമുക്ക് പേര് കൊടുക്കാം. ABCD എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ പാരലോഗ്രത്തിന്റെ 4 സൈഡ്സ് എന്ന് പറയുന്നത് AB, BC, CD ആൻഡ് AD ആണ്. ഈ 4 സൈഡ്സിന്റെയും സ്ക്വയർ കാണാം. ഇപ്പൊ ABയുടെ സ്ക്വയർ കാണണം, AB സ്ക്വയർ. ഇവിടെ BC സ്ക്വയർ കിട്ടും, ഇവിടെ CD സ്ക്വയർ കിട്ടും, ഇവിടെ AD സ്ക്വയർ കിട്ടും. ഇതിൻ്റെയൊക്കെ സം എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ തുക എന്ന് പറയുന്നത് ഡയഗണൽസ്. ഏതാ ഡയഗണൽ വരിക? AC, BD ആണ് ഡയഗണൽ. ഈ ഡയഗണലിന്റെ ലെങ്ത്തിന്റെ സ്ക്വയറിന്റെ സമ്മ് കാണും. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രൂവ് 4 സൈഡ് AB ആണെന്ന്, രണ്ടാമത്തെ BC ആണ്, മൂന്നാമത്തെ CD ആണ്, നാലാമത്തെ AD ആണ്. ഈ 4 സൈഡിന്റെയും സ്ക്വയർ കാണാം, അതെല്ലാം കൂടെ കൂട്ടാം, അതിൻ്റെയൊക്കെ സമ്മ് കിട്ടും. സോ ദിസ് മീൻസ് വാട്ട്? ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ പാരലോഗ്രാം. ഇത് എന്തിന് ഈക്വൽ ആണെന്നാ പറയുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു the sum of the squares of the diagonals. വികർണങ്ങളുടെ വർഗങ്ങളുടെ തുക. അപ്പോൾ ഡയഗണൽസ് ഏതൊക്കെയാണ്? AC പിന്നെ BD. ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയർ വർഗങ്ങൾ. സോ AC സ്ക്വയർ BD സ്ക്വയർ, അതിന്റെ സം AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ആ കോർഡിനേറ്റ്സ് തന്നെ എടുത്ത് ചെയ്യാം. നമുക്ക് ആദ്യത്തെ വേർട്ടെക്സിന് കോർഡിനേറ്റ്സ് x1 y1 ഇതിന് x2 y2, ഇതിന് x3 y3, ഇതിന് x4 y4 എന്നൊക്കെ കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ x1, x2, x3, x4 അവിടെ തന്നെ 4 വേരിയബിൾസ് വന്നു കഴിഞ്ഞു. പിന്നെ y1, y2, y3, y4 എന്ന് പറയുമ്പോൾ 4 വേരിയബിൾസ് വന്നു കഴിഞ്ഞു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ നമുക്ക് എപ്പോഴും എടുക്കുന്നത് നല്ലത് ഒരു വേർട്ടെക്സ് 0 0 ആയിട്ട് എടുക്കുക.
മറ്റൊരു വേർട്ടെക്സ് x1 y1 എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് x2 y2 എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് വേർട്ടെക്സ് ആയ C കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ വരിക? x1 പ്ലസ് x2 തൊട്ട് മുന്നത്തെ പ്രോബ്ലം നോക്കുക. x1 പ്ലസ് x2 പിന്നെ y1 പ്ലസ് y2 എന്ന് കിട്ടും. ഈ രീതിയിൽ കോർഡിനേറ്റ്സ് എടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ലെറ്റ് ദ കോർഡിനേറ്റ്സ് of AB 0 0, BB x1 y1 and DB, B ന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആണ് എടുക്കുന്നത്, DB x2 y2. then coordinates of C. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് C എന്താ വരിക? നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തതാണ്. എങ്ങനെയാ വരിക? x1 പ്ലസ് x2 y1 പ്ലസ് y2 ആയിരിക്കും. ഇത് അഡ്ജസെന്റ് സൈഡ്സ് ആണെങ്കിൽ, ഇത് ഒറിജിനും ആണെങ്കിൽ നാലാമത്തെ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും എക്സ് കോർഡിനേറ്റ്സിന്റെ സമ്മും വൈ കോർഡിനേറ്റ്സിന്റെ സമ്മും ആയിരിക്കും. x1 പ്ലസ് x2 y1 പ്ലസ് y2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി കാണാം. എ ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഒന്ന് ഒറിജിൻ ആണ്. സോ റൂട്ട് ഓഫ് ഒറിജിൻ ആയതുകൊണ്ട് ഇതിനെ ഒഴിവാക്കുക. ഇതിൽ ഓരോന്നിന്റെയും സ്ക്വയർ എടുത്തിട്ട് സമ്മ് കണ്ടാൽ മതി. ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, മൂന്നാമത്തെ ഫോർമുല x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ ബി സ്ക്വയർ? സ്ക്വയർ എടുക്കുമ്പോൾ ഈ റൂട്ട് പോകും. അപ്പൊ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ മാത്രം. അടുത്ത സൈഡ് എന്താണ്? ബി സി ആണ്. ബിയും സിയും. ഓക്കെ, അപ്പോൾ എല്ലാം ഡിഫറെന്റ് ആണ്. എക്സ് കോർഡിനേറ്റ്സ് ഡിഫറെന്റ് ആണ്, വൈ കോർഡിനേറ്റ്സ് ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ആദ്യം എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. x1 പ്ലസ് x2 x1 തമ്മിലുള്ള ഡിഫറൻസ് എന്താ? x2 ആണ്. അങ്ങനെ x1 പ്ലസ് x2 x1 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? x2 ആണ്. സോ റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 y1 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? y1 പ്ലസ് y2 y1 കുറച്ച് കഴിഞ്ഞാൽ y1 പോയി ബാക്കി y2 മാത്രം. സോ y2 സ്ക്വയർ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ബി സി സ്ക്വയർ? സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത സൈഡ് സി ഡി ആണ്. സിയും ഡിയും. അവിടെ നമ്മൾ എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. റൂട്ട് എഴുതാം. x1 പ്ലസ് x2 x2 തമ്മിലുള്ള വ്യത്യാസം എന്താ? x1 പ്ലസ് x2 x2 കുറച്ച് കഴിഞ്ഞാൽ x2 പോയി ബാക്കി എന്തേ ഉള്ളൂ? x1 മാത്രമേ ഉള്ളൂ. സോ x1 സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? y2 പോയി കഴിഞ്ഞാൽ ബാക്കി y1. സോ y1 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് സി ഡി സ്ക്വയർ? സി ഡി സ്ക്വയർ എന്ന് പറയുന്നത് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ എന്ന് വരും. അവസാനമായിട്ട് നമുക്കുള്ളത് എ ഡി ആണ്. അവിടെ ഒരു പോയിന്റ് ഒറിജിൻ ആണ്. സോ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഒറിജിൻ ഒഴിവാക്കി ഇതിന്റെ ഓരോന്നിന്റെയും സ്ക്വയർ എടുത്തിട്ട് സമ്മ് കണ്ടാൽ മതി. സോ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ആണ്. ഇനി നമുക്ക് എ ബി സ്ക്വയറും ബി സി സ്ക്വയറും സി ഡി സ്ക്വയറും എ ഡി സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്യാം. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി. എന്താണ്? x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ആണ്. എ ബി സ്ക്വയർ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ആണ്. ബി സിയോ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി സി ഡി എന്താണ്? സി ഡി സ്ക്വയർ എന്താണ്? x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. അവസാനം എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ലൈക്ക് ടേംസ് ആഡ് ചെയ്യാം. x1 സ്ക്വയർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. രണ്ട് പ്രാവശ്യം x1 സ്ക്വയർ ആഡ് ചെയ്തു. അപ്പോൾ 2x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ അതെ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. സോ 2y1 സ്ക്വയർ. x2 സ്ക്വയർ രണ്ട് തവണ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 2x2 സ്ക്വയർ. y2 സ്ക്വയർ രണ്ട് തവണ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 2y2 സ്ക്വയർ. ഇവിടെ നിന്ന് വേണമെങ്കിൽ 2 നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ചുരുക്കത്തിൽ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. ഇവിടെ നിന്ന് എല്ലായിടത്തും 2 പുറത്തേക്ക് പോയി. അപ്പോൾ ബാക്കിയുള്ളത് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് വെക്കാം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്കിനി ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് റൈറ്റ് സൈഡ് കാണാം. റൈറ്റ് സൈഡ് കാണാൻ ആദ്യം നമ്മൾ എ സി കാണും.
AC is equal to distance between A and C. സോ ഒന്ന് ഒറിജിൻ ആണ് അല്ലേ, അപ്പം നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോർഡിനേറ്റ്സിൻ്റെ സ്ക്വയർ എടുത്തിട്ട് സമ്മ് കാണാം. സോ സിയുടെ x1 പ്ലസ് x2 y1 പ്ലസ് y2 ആണ്. സോ നമുക്ക് റൂട്ട് ഓഫ് x1 പ്ലസ് x2 സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ സി സ്ക്വയർ എന്താണ്? എ സി സ്ക്വയർ എന്ന് സ്ക്വയർ കാണുമ്പം ഈ റൂട്ട് പോകും. ബാക്കി നമുക്കുള്ളത് x1 പ്ലസ് x2 സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനിയുള്ള അടുത്ത ഡയഗണൽ ബി ഡി ആണ്. ബിന്റെയും ഡിന്റെയും കോർഡിനേറ്റ്സ് നോക്കൂ. ബി x1 y1 ഉം ഡി x2 y2 ആണ്. സോ ബി ഡിയുടെ ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള വ്യത്യാസം x1 മൈനസ് x2 ആണ്. സോ റൂട്ട് ഓഫ് x1 x2 തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എഴുതാം? x1 മൈനസ് x2 സ്ക്വയർ. പിന്നെ y1 ഉം y2 തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എഴുതാം? y1 മൈനസ് y2 സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ സ്ക്വയർ കാണണം. ബി ഡി സ്ക്വയർ, ഇവിടെ സ്ക്വയർ എടുക്കും. സ്ക്വയർ എടുക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഈ സ്ക്വയർ റൂട്ട് പോകും. ബാക്കി നമുക്കുള്ളത് x1 മൈനസ് x2 സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 സ്ക്വയർ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്ത് വരും? ഈ ഡയഗണൽസിന്റെ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് ലെഫ്റ്റ് സൈഡുകൾ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? റൈറ്റ് സൈഡും ആഡ് ചെയ്യണം. സോ നമുക്ക് x1 പ്ലസ് x2 സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 സ്ക്വയർ ഈ എ സി സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത് ബി ഡി സ്ക്വയർ പ്ലസ് അത് ആഡ് ചെയ്യുക വേണ്ടത്. സോ x1 മൈനസ് x2 സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 സ്ക്വയർ. ഇത് ഒന്നാമത്തെ ഇക്വേഷനിലെ റൈറ്റ് സൈഡിനോട് ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ x1 ഉം y1 ഉം x2 ഉം y2 ഒക്കെ സെപ്പറേറ്റ് ആയി കിടക്കുന്നത്. സോ ഇതിനെ നമുക്ക് ആ ഓൾജിബ്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട്. സോ ഫസ്റ്റ് ക്വാണ്ടിറ്റി x1 ആണ്, സെക്കൻഡ് ക്വാണ്ടിറ്റി x2 ആണ്. സോ ഫസ്റ്റ് ക്വാണ്ടിറ്റി സ്ക്വയർ x1 സ്ക്വയർ പ്ലസ് സെക്കൻഡ് ക്വാണ്ടിറ്റി സ്ക്വയർ x2 സ്ക്വയർ. പിന്നെ പ്ലസ്, ഇത് പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ് 2 ഇൻറ്റു x1 x2. സോ 2x1 x2 എന്ന് വരും. അതേപോലെ ഇവിടെ എന്ത് വരും? y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് 2y1 y2. ഇവിടെയോ പ്ലസ് ഈ പ്ലസ്. പിന്നെ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ, ഇത് മൈനസ് ആ. സോ മൈനസ് 2x1 x2. പിന്നെ ലാസ്റ്റ് വൺ പ്ലസ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ മൈനസ് ആണ്. സോ 2y1 y2. അപ്പോൾ പ്ലസ് 2x1 x2 ഉണ്ട്, മൈനസ് 2x1 x2 ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ. പ്ലസ് 2y1 y2 ഉണ്ട്, മൈനസ് 2y1 y2 ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോഴും 0 ആയിപ്പോൾ. ബാക്കിയുള്ള ലൈക്ക് ടേംസ് ആഡ് ചെയ്യാം. x1 സ്ക്വയർ 2 തവണ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 2x1 സ്ക്വയർ. x2 സ്ക്വയറും 2 തവണ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 2x2 സ്ക്വയർ. y1 സ്ക്വയറും 2 തവണ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 2y1 സ്ക്വയർ. y2 സ്ക്വയറും 2 തവണ ആഡ് ചെയ്തിട്ടുണ്ട്. 2y2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് ബാക്കി ബ്രാക്കറ്റിലുള്ളത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്നാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഇത് എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ആണ്. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ നോക്കിയാൽ റൈറ്റ് സൈഡ്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഫ്രം 1 and 2 എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ is equal to AC square plus BD square. That is, in a parallelogram, the sum of squares of all sides, all 4 sides, is equal to sum of squares of their diagonals. ഒരു SSLC question, parallelogram തന്നിട്ടുണ്ട്. The vertices of the parallelogram ABCD are A minus 3 2, B 1 5, C 4 9. Okay. Then write the coordinates of D. Find the length of AB and AD. Calculate the area of the parallelogram. സമാന്തരികം ABCD യിൽ A minus 3 2, B 1 5, C 4 9 ആയാൽ ഡിയുടെ സൂചക സംഖ്യകൾ എഴുതുക. AB AD ഇവയുടെ നീളമെന്ത്? സമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഡിയുടെ കോർഡിനേറ്റ്സ് എഴുതാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിയുടെ കോർഡിനേറ്റ്സ് എഴുതാൻ എളുപ്പമാണ്. നമുക്കറിയാം ഒരു പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് വേർട്ടിസസിലുള്ള എക്സ് കോർഡിനേറ്റ്സുകളുടെ തുക സെയിം ആയിരിക്കും.
അപ്പോൾ ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സ് ആദ്യം എടുക്കാം. എയും സിയും ആണ്. ഓക്കെ, വേർട്ടെക്സുകൾ. അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 4ഉം -3 ആണ്. ഓക്കെ, 4ഉം -3യും കൂടെ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ മറ്റ് ഓപ്പോസിറ്റ് വേർട്ടീസസുകളായ ബിയുടെയും ഡിയുടെയും എക്സ് കോർഡിനേറ്റ്സ് കൂട്ടിയാലും 1 കിട്ടണം. സോ ഇത് 1 ആണ്. സോ 1നോട് എന്ത് കൂട്ടിയാലാണ് 1 കിട്ടുക? 0 കൂട്ടിയാൽ. സോ ഡിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. സോ നമുക്കറിയാവുന്ന എയുടെയും സിയുടെയും വൈ കോർഡിനേറ്റ്സുകളുടെ സമ്മ് കാണും. സോ 9ഉം 2ഉം കൂട്ടിയാൽ 11 കിട്ടും. സോ ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടണം? 11 കിട്ടണം. സോ ഇത് 5 ആണ്. സോ 5നോട് എന്ത് കൂട്ടിയാലാണ് 11 കിട്ടുക? 6 കൂട്ടിയാൽ. സോ 6. ഒന്നാമത്തെ ആൻസർ കിട്ടി. ഡിൻ്റെ കോർഡിനേറ്റ്സ് 0, 6 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ബിയുടെയും എ ഡിയുടെയും ലെങ്ത് കാണണം. സോ ഫസ്റ്റ് നമുക്ക് എ ബിയുടെ ലെങ്ത് കാണാം. എ ബി ഇസ് ഈക്വൽ ടു എ ബി. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമുക്ക് ഡിസ്റ്റൻസ് ഫോമിലാണ്. ലെങ്ത് കാണുക എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിലാണ് യൂസ് ചെയ്യുക. സോ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ അല്ല, വൈ കോർഡിനേറ്റ്സ് ഈക്വൽ അല്ല, ഒന്നും ഒറിജിനും അല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എ ബിയുടെ ലെങ്ത് കാണാൻ റൂട്ടിടും. എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കും. അപ്പോൾ ഒന്ന് -3, ഒന്ന് 1 ആണ്. നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തോളാം? വലിയ നമ്പറായ 1ൽ നിന്ന് -3 1ൽ നോക്കുക. ഏതാ വലുത്? 1 ആണ് വലുത്. 1ൽ നിന്ന് ചെറിയ നമ്പറായ -3 കുറയ്ക്കുക, എന്നിട്ട് സ്ക്വയർ ഇടുക. ഓക്കെ, പ്ലസ്. ഇനി 5ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം കാണാൻ എളുപ്പമാണ് അല്ലെ? 5ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3. സോ 3 സ്ക്വയർ വരും. സോ റൂട്ട് ഓഫ് 1 + 3 4 ആണ്. 4 സ്ക്വയർ വരുമ്പോൾ 16 വരും. 3 സ്ക്വയർ 9 ആണ്. 16ഉം 9ഉം കൂട്ടിയാൽ 25 ആണ്. റൂട്ട് 25 5 എന്ന് കിട്ടും. സോ എ ബിയുടെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. എ ബിയുടെ ലെങ്ത് എത്രയാണ്? 5 യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എ ഡിയുടെ ലെങ്ത് കാണാം. എ ഡി ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, വൈ കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റ് ഒറിജിനും അല്ല. സോ നമ്മൾ നാലാമത്തെ ഫോർമുല ഉപയോഗിക്കും. ഡിസ്റ്റൻസ് ഫോർമുലയുടെ റൂട്ടിടും. എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കും. അപ്പോൾ ഒരു നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പർ 0 ആണോ -3 ആണോ വലുത്? 0 ആണ് വലുത്. 0ൽ നിന്ന് -3 കുറയ്ക്കും. സോ 0 - -3 ദ ഹോൾ സ്ക്വയർ പ്ലസ്. ഇനി വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം നോക്കും. 6ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. സോ 4 സ്ക്വയർ കാണും. സോ 0 - -3 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 സ്ക്വയർ എത്ര വരും? 9 വരും. 4 സ്ക്വയർ എത്ര വരും? 16 വരും. 9 + 16 കൂട്ടുമ്പോൾ 25 വരും. സോ ആൻസർ നമുക്ക് കിട്ടും 5 യൂണിറ്റ്സ്. സോ നമുക്ക് എ ഡി കിട്ടി. എ ഡി ഇസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഈ പാരലോഗ്രത്തിന്റെ ഏരിയ കാണണം. സി പാർട്ട്, ഏരിയ ഓഫ് പാരലോഗ്രാം. നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം കാണാൻ 2 ഫോർമുല അറിയാം അല്ലേ? ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ബേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എ ബി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈറ്റ് കാണണം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള വേർട്ടെക്സ് ഹൈറ്റ് കാണണം. അപ്പം അതിന് വേണ്ടി ഇവിടെ ഒരു ആംഗിളൊക്കെ തന്നിട്ടുണ്ടെങ്കിലാണ് ഈസി. അപ്പം അതിലേക്കൊന്നും മെനക്കെടരുത്. കോർഡിനേറ്റ്സ് ആണ് തരുന്നതെങ്കിൽ എപ്പോഴും എന്ത് യൂസ് ചെയ്തോളൂ? ഈ ഡയഗണൽ കാണാം, ഈ ഡയഗണൽ കാണാം, എന്നിട്ട് ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി ഡി. ഓക്കെ, സോ ഏരിയ ഓഫ് പാരലോഗ്രാം കാണുമ്പോൾ ആ ഫോർമുല യൂസ് ചെയ്യാം. ഹാഫ് ഇൻറ്റു എ സി ആണ് ഒരു ഡയഗണൽ, രണ്ടാമത്തെ ഡയഗണൽ എന്താണ്? ബി ഡി. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ സി കാണാം, എ സി. ഓക്കെ, എ സി കാണണമെങ്കിൽ റൂട്ട് ഇടാം. ഓക്കെ, എ സിയുടെ ലെങ്ത് നോക്കാം. -3ഉം 4ഉം ആണ്. ഓക്കെ, -3ഉം 4ഉം വരുമ്പം അവ തമ്മിലുള്ള ഡിഫറൻസ് കാണണമെങ്കിൽ 4 - -3 സ്ക്വയർ പ്ലസ്. ഇനി 9ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. സോ 7 സ്ക്വയർ ഇൻറ്റു ബി ഡിയുടെ ലെങ്ത് റൂട്ട് ഓഫ് 0ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. സോ 1 സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 4 - -3 എന്ന് പറയുമ്പോൾ 7. 7 സ്ക്വയർ എത്രയാണ്? 49 ആണ്. പ്ലസ് 7 സ്ക്വയർ 49. ഓക്കെ, പ്ലസ് റൂട്ട് ഓഫ്, പ്ലസ് അല്ല ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 + 1 വരും 2 വരും. ഓക്കെ, ഇനി 1/2 ഇൻറ്റു 49 + 49 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 49 ആണ് ആണല്ലോ, ഇൻറ്റു റൂട്ട് 2. സോ 1/2 ഇൻറ്റു
2ന്റെ റൂട്ട് √2 ഇൻറ്റു 49ന്റെ റൂട്ട് 7 ഇൻറ്റു ദിസ് √2. ഓക്കെ, സോ 1/2 ഇൻറ്റു √2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 2 വരും ഇൻറ്റു 7. അപ്പോൾ ഹാഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ ബാക്കി എന്തുണ്ട്? 7 ഏരിയ ആണ്. സോ സ്ക്വയർ യൂണിറ്റ്സ്. സോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കോർഡിനേറ്റ്സ് വരുമ്പോൾ ഏരിയ ഓഫ് പാരലോഗ്രാം കാണാൻ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഡയഗണൽസ്. ഒന്നാമത്തെ ഡയഗണൽ D1 എടുത്താൽ രണ്ടാമത്തെ ഡയഗണൽ D2 എടുത്താൽ ഏരിയ ഓഫ് പാരലോഗ്രാം ഇസ് ഈക്വൽ ടു ഹാഫ് D1 D2 എന്ന ഫോർമുല ഓർക്കുക.